friends, എല്ലാവർക്കും എസ്പി ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ ചില്ലി ചിക്കൻ ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നല്ല റെസ്റ്റോറന്റ് സ്റ്റൈൽ ചൈനീസ് ചില്ലി ചിക്കൻ. ചില്ലി ചിക്കൻ ഈസിയാണ്, സിമ്പിൾ ആണ് പ്രിപ്പയർ ചെയ്യാൻ. അതിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ചിക്കൻ ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചില്ലി ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ചിക്കൻ പീസസിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇത് 500 ഗ്രാംസിൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കൊച്ചതായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു അളവ്. ഓക്കെ, എന്നാൽ ഇതിലോട്ട് നമുക്ക് ഓരോ പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർക്കുന്നത്. 1 ടീസ്പൂൺ പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, 1 മുട്ട. ഇത് ഇത്രയും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് മൈദപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇതും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനെ നമ്മൾ നല്ലപോലെ ഇവിടെ കോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് നമ്മൾ വെക്കണം. മിനിമം ഒരു ½ ആൻ അവർ എങ്കിലും വെക്കണം. നമ്മൾ എത്ര കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് എന്നാൽ മാത്രമേ നമുക്ക് ഈ കോട്ടിംഗ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇത് 1 മണിക്കൂറാണ് ഇവിടെ അടച്ചു വെക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ ചിക്കനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ എണ്ണ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇടാം. അപ്പം ഞാൻ ഒരു ബാച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിക്കും ഒരുമിച്ച്. എന്നിട്ട് ഇതൊന്നൊരു 5 മിനിറ്റ്സ് മാത്രം നമ്മൾ വേവിക്കുന്നുള്ളൂ. ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇപ്പം വെച്ചോളൂ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കാം. അപ്പം ഞാൻ ഇവിടെ 5 മിനിറ്റ്സ് മാത്രമേ ഞാൻ വേവിക്കുന്നുള്ളൂ ഈ ചിക്കനെ. ബാക്കി ഗ്രേവിയിൽ ഇട്ടാണ് വേവിക്കാൻ പോകുന്നത്. നമ്മൾ യൂഷ്വലി ഫ്രൈ ചെയ്ത് നമ്മൾ ഫുള്ളി അതിനെ കുക്ക്ഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്രേവിയിൽ ഇടുമ്പോഴത്തേക്ക് വീണ്ടും അത് കുക്കാവുക ചെയ്യണം. അപ്പം ചിക്കൻ അത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കട്ടിയായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാനിവിടെ ഹാഫായിട്ട് മാത്രമേ ഞാൻ എന്നെ ഇവിടെ കുക്കാക്കുന്നുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഹൈ ഫ്ലെയിമിലായിരുന്നുകൊണ്ട് നമുക്കൊന്ന് തീ ലോ ആക്കി കൊടുക്കാം. ഇതാണ് എൻ്റെ ഒരു കളർ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഗോൾഡൻ ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ഒരു കളറാണ്. ഓക്കെ, ഇനി നമുക്കത് എല്ലാം എടുക്കാം. അപ്പോൾ ചിക്കനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഗ്രേവി പ്രിപ്പറേഷനിലോട്ട് പോകാം. അതിൻ്റെ മുമ്പേ നമുക്ക് ചില്ലി സോസാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഒരു കൊച്ചു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/3 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ 4 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നല്ലപോലെ തിളച്ച് അത് വേവണം. ഞാൻ ഈ പ്രോസസ്സ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ പുറത്തുനിന്ന് മേടിച്ച് ചില്ലി സോസ് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നല്ലൊരു ഫ്ലേവറാണ് ചില്ലി ചിക്കന് തരുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ സ്പെഷ്യൽ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ലപോലെ ഇവിടെ മുളക് റെഡി ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1/3 കപ്പ് നല്ല വറ്റി, ഓൾമോസ്റ്റ് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഒന്ന് ഒരു ഇച്ചിരി നേരത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ചില്ലി പേസ്റ്റ് ഇവിടെ റെഡിയാക്കി നമ്മളത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ ഈ പേസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ പേസ്റ്റിന് ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഇത് എണ്ണ തെളിയുന്നവരെ നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. ഈ പേസ്റ്റിനെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലോട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി പ്രിപ്പറേഷനിലോട്ട് പോകാം. ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 4 to 5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ഇച്ചിരി സെലറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 വലിയ സൈസ് സവാളയാണ്, ഇങ്ങനെ ചതുര കഷ്ണത്തിൽ അരിഞ്ഞതാണ്. ഉള്ളി എല്ലാം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ക്യാപ്സിക്കം ആണ് ചേർത്ത് കൊടുക്കുന്നത്.
ഞാൻ 3 കളറിലെ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇടാം. അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഉപ്പിടണ്ട, എന്ന് വെച്ചാൽ നമ്മൾ ചിക്കനും ഉപ്പിട്ടിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ സോസസ് എല്ലാം വരുമ്പോഴത്തേക്ക് കൂടിപ്പോവും, അതുകൊണ്ടാണ്. ഇനി നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ച് ചില്ലി പേസ്റ്റ് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരി അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്. നല്ലപോലെ ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഇതെല്ലാം ഈ സോസ് എല്ലാം നല്ലപോലെ കോട്ടാവത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ 3 ടേബിൾ സ്പൂണാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റിലേക്കും ഞാൻ ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റായി, ഞാൻ ഒന്ന് തുറക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് ഒഴിക്കുകയാണ്. ഇച്ചിരി ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാം. ഇനി ബാക്കിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. ഗ്രേവി വേണ്ടവർക്ക് 1 കപ്പ് വെള്ളത്തിൽ വേണം ചേർക്കാൻ. ഒരു 1.5 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് വേണം ഗ്രേവിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇത് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് കുറുകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ ഈ സിറപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ട് ചില്ലി ചിക്കൻ നമുക്ക് കഴിക്കാനും പറ്റും. ഇതിപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെമി ഗ്രേവിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഞാൻ 1 ടീസ്പൂൺ പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചില്ലി സോസിൽ തന്നെ നല്ല ഒരു എരിവ് കാണും. അതിൻ്റെ ഒപ്പം ഞാനൊരു 1/2 ടീസ്പൂണും കൂടിയേ ചേർക്കുന്നുള്ളൂ ഇവിടെ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോസസ് ഇട്ടതിൻ്റെ ശേഷം ഒന്ന് ഉപ്പ് നോക്കണം കറക്റ്റാണോ അല്ലയോ എന്ന്. അതനുസരിച്ച് വീണ്ടും ഉപ്പിടുക. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേളിലോട്ട് ഞാൻ ഒന്ന് സെലറി ഇടുകയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു ഡിഷാണിത്. ഈ സെലറി നമ്മൾ ലാസ്റ്റിൽ, നമ്മൾ ഇടയ്ക്ക് സ്റ്റാർട്ടിങ്ങിലും നമ്മൾ സെലറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ ലാസ്റ്റിൽ ഞാൻ സെലറി ഇട്ടേക്കുന്ന ഡെക്കറേഷൻ ബേസിസിലും, അതല്ലാണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ സെലറിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് 2 കപ്പ് ബസ്മതി അരിയാണ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊരു 15 മിനിറ്റത്തേക്ക് നമുക്ക് കുതിർത്ത് വെക്കാം. അപ്പോൾ അരി നമ്മളവിടെ കുതിർക്കാൻ വെച്ച സമയത്ത് നമുക്ക് ഈ ചിക്കൻ പീസസിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് ഫ്രൈഡ് റൈസിൽ ഇടാൻ വേണ്ടിയുള്ള ചിക്കൻ പീസസ് ആണ്. ഇതൊരു 50 ഗ്രാംസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഒരു 2-3 ഡ്രോപ്പ് സോയ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും. ഇത് ഇത്രയും കൂടി ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പം നമ്മൾ നല്ലപോലെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. അതിന് ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഒരു 1 ടേബിൾ സ്പൂണോളം ബട്ടറുണ്ട്. ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 2 നുള്ള് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുഞ്ഞ് പീസായതുകൊണ്ട് ഇത് പെട്ടെന്ന് വേവും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കളറിലാണ് വേണ്ടത്, ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളറിൽ. അപ്പോൾ അടുത്ത് നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് 2 മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം, കുറച്ച് പെപ്പറും. ഇനി എന്നെ സ്ക്രാമ്പിൾ ചെയ്യാം. ഈ ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കാം. പക്ഷെ ബട്ടർ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ബട്ടർ തന്നെ ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഭയങ്കരമായിട്ട് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് പ്രിപ്പറേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു വോക്ക് ഇങ്ങനത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ. തീ നല്ല ലോ ആക്കി വെക്കണം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഓരോ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ക്യാരറ്റ് ആണ് ആദ്യം ചേർക്കുന്നത്. പിന്നെ ബീൻസ്. ഇത്രയും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 75% ഈ വെജിറ്റബിൾസ് ഒന്ന് വേവുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ച് സ്ക്രാമ്പിൾഡ് എഗ്സ് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുട്ടയ്ക്കും ചിക്കനും ഉപ്പുണ്ട്, അപ്പം സൂക്ഷിച്ചിടണം ഇവിടെ. ഇനി നമുക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂണോളം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കെച്ചപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ പെപ്പർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കണം. നമ്മളിട്ട് കുഴയ്ക്കരുത്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മറിച്ചെടുത്തൊക്കെ രീതിയിൽ ചെയ്യാവും. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ പൊരിഞ്ഞ പോലത്തെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. അതിന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് വെളുത്തിരിക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് നിർത്താവുന്നേ ഉള്ളൂ. അതല്ലാണ്ട് കുറച്ചുകൂടി കളർ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സോയ സോസ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന സോസുകളൊക്കെ ഏറ്റവും ബാലൻസ് ആവാൻ വേണ്ടി നമ്മൾ ഒരു 2 നുള്ള് പഞ്ചസാര ഇവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് സെലറി ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇത് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ് ഫ്രൈഡ് റൈസിന്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് ചൈനീസ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെരി സിമ്പിളാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.